ഹലോ. അപ്പം മോർണിംഗ് റുട്ടീൻ മിനി വ്ലോഗ് 18ാമത്തെ മിനി വ്ലോഗാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ. അപ്പം ഇന്ന് ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റു. രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉലുവ വെള്ളമൊക്കെ റെഡിയാക്കി കുടിച്ചു. അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ ആദ്യം തുടങ്ങുന്നത് മധുരം ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. ഹെൽത്തി മാംഗോ ചീസ് കേക്കാണ്. അപ്പം മാങ്ങയുടെ സീസണൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡയറ്റിലായതുകൊണ്ട് തന്നെ പഞ്ചസാരയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം പഞ്ചസാരയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഈസി ചീസ് കേക്കാണ്. പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? ഞാനാണെങ്കിൽ മിനി ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. പൊടി ഇഡ്ഡലി സാധാരണ നമ്മൾ ദോശമാവൊക്കെ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ദോശമാവ് ഒന്നും വേണ്ട, നമുക്ക് അവലും റവയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഗൺ പൗഡറൊക്കെ വെച്ചിട്ട് നമ്മളൊരു മസാലയൊക്കെ റെഡിയാക്കിയെടുത്ത് ഇതിനെ നമ്മൾ വേവിച്ചിട്ട് ഈ വെന്ത ഇഡ്ഡലീനെ നമ്മൾ ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചട്നിയാണ്, നമ്മുടെ തേങ്ങ ചട്നിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ റെസിപ്പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹെൽത്തി മാംഗോ ചീസ് കേക്കിൻ്റെയും അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിനി പൊടി ഇഡ്ഡലിയുടെ റെസിപ്പിയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പം താല്പര്യമുള്ളവർ ഇത് കണ്ടു നോക്കണം. ഭയങ്കര ഈസിയാണ്. 2 റെസിപ്പീസും ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യമ്മി ആയിട്ടായിരിക്കും. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം കാണാൻ എത്ര ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര അടിപൊളി ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ ടീ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുകയാണ്. പതിവ് പോലെ ഞങ്ങളുടെ ഉപ്പും മുളകൊക്കെ കണ്ടുണ്ട്. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ എൻ്റെ ചീസ് കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്ന് ഞാനത് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.